അവൻ ജനങ്ങളെ തൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുവിൻ, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഈ വചനം പുറമെയുള്ള ആചാരശുദ്ധിയെക്കുറിച്ച് മാത്രം ഊന്നി പറഞ്ഞിരുന്ന പ്രീശന്മാർക്ക് ഈശോ നൽകിയ മറുപടിയാണ്. യഥാർത്ഥ വിശുദ്ധി ഭക്ഷണക്രമങ്ങളിലോ പുറം മോടികളിലോ അല്ല, ഹൃദയത്തിൻ്റെ ശുദ്ധിയിലാണെന്ന് ഈശോ പഠിപ്പിക്കുന്നു. വായിലൂടെ പ്രവേശിക്കുന്ന ഭക്ഷണം ശരീരത്തെ മാത്രമാണ് സ്പർശിക്കുന്നത്. എന്നാൽ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഹൃദയത്തിൻ്റെ അവസ്ഥ വെളിപ്പെടുത്തുന്നു. നാം പലപ്പോഴും പുറമെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്ത് ഭക്ഷിക്കണം, എന്ത് ധരിക്കണം, ആളുകൾ എന്ത് പറയും. എന്നാൽ ഈശോ ചോദിക്കുന്നത് മറ്റൊന്നാണ്. നിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ഹൃദയത്തിൽ അസൂയ നിറഞ്ഞാൽ വായിൽ നിന്ന് അസൂയയുടെ വാക്കുകൾ വരും. ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞാൽ വായിൽ നിന്ന് സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ വരും. ഹൃദയത്തിൽ ഈശോ വസിച്ചാൽ വായിൽ നിന്ന് അനുഗ്രഹവും സത്യവും കരുണയും ഒഴുകും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു, ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടരുത്. അതുകൊണ്ട് നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഹൃദയത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നതാണ്. ആമേൻ.